ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള കടായി പനീറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ കടായി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ഒരു ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കാണ്. ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അതേപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ്റെ ഒക്കെ മേലെ ചേർക്കുമല്ലോ, അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മളെ ക്യാപ്സിക്കവും സവാളയും ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, നന്നായിട്ട് കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പനീറാട്ടോ. അതായത് 1 ലിറ്റർ പാല് കൊണ്ട് ഇത്രയും പനീറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന പോലെ ആയാൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ പനീർ ഇതാ നന്നായിട്ട് ബ്രൗൺ കളറായി, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് വെക്കാം. ഇപ്പം നമ്മൾ അതേ എണ്ണയിൽ തന്നെ ഇപ്പം ഞാൻ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു 1.5 സവാള, ഒരു സവാളയും ഒരു പകുതി സവാളയും ഉണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളിനി മിക്സിയിലിട്ട് അടിക്കും തന്നെയാണ്. അപ്പോൾ ചെറുതാവണം വലുതാവണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് ഷേപ്പിൽ കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സവാള ഇപ്പോൾ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിലൊന്ന് ചൂട് ചെറുതായിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിനി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്. ഈ സമയം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതേ കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഇതിലെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകുന്ന വരെ നന്നായിട്ട് കുറുക്കിയെടുക്കണം നമുക്ക്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി,
1/2 ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയം നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കാപ്സിക്കവും ഉള്ളിയും ഉണ്ടല്ലോ, സവാള, അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ ഞാൻ ചൂട് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. പനീറിൽ ആ മസാലയും ഉപ്പും ഒക്കെ പിടിച്ച് വരുന്ന ആ സമയം മതി. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മുടെ പനീർ ഗ്രേവി. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടായി പനീർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ പനീറും നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് ഇടാം എങ്ങനെ തയ്യാറാക്കാന്നുള്ളത്. അപ്പോൾ ഈ ഒരു കടായി പനീറും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.